ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറേ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചു. ഫോട്ടോഷോപ്പ് പഠിച്ചു, ഇൻഡിസൈൻ പഠിച്ചു, കോർഡർ പഠിച്ചു, ഇലിസ്ട്രേറ്റർ പഠിച്ചു. അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ നമ്മൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അത് വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 4 സോഫ്റ്റ്വെയർസാണ് വരുന്നത്. ഫോട്ടോഷോപ്പ്, ഡ്രീംവീവർ, HTML, CSS, ഇത്രയും സോഫ്റ്റ്വെയറാണ് പഠിച്ചത്. ഇത് നമ്മൾ ഫോട്ടോഷോപ്പ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 3 സോഫ്റ്റ്വെയറുകൾ ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ 2 വരുന്നത് പ്രോഗ്രാമിംഗ് ആണ്. അതിൻ്റെ ഫ്രണ്ട് എൻഡ് ആണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ, കോർഡർ ഒക്കെ വെച്ച് നമ്മൾ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇനി കുറേ ബാക്ക് എൻഡുകൾ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ബാക്ക് എൻഡ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉപയോഗിച്ചാൽ ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബ് ഡിസൈനിങ് ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത കൂടുതലുള്ള ഒരു കോഴ്സാണ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിൽ 4 സോഫ്റ്റ്വെയറാണ് വരുന്നത്. അതിൽ CSS ഉം HTML എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ് വരുന്നത്. നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇത്രയും നാൾ ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഈ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫ്രണ്ട് എൻഡ് ആണ്. ഇതിൽ ബാക്ക് എൻഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് കുറേ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിംഗ് സൈഡാണ് പഠിക്കാൻ പോകുന്നത് വെബ് ഡിസൈനിങ്ങിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നത് HTML, CSS ഈ സോഫ്റ്റ്വെയർസൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ അതിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മളത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഇനി കുറേ ഫെർദർ ക്ലാസ് എടുക്കുന്നത് സാറായിരിക്കും. സാർ അനീഷ് എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ എന്താ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞുതരും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് UI സൈഡാണ്. UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ് സൈഡ് എന്ന് പറയും. അതായത് നമ്മളൊരു ഓൺലൈൻ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വെബ് ഡെവലപ്മെൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ വെബ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ UI സൈഡാണ്. അപ്പോൾ UI സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് സൈഡ് എന്നാണ് UI സൈഡിനെ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ഒരു വെബ് പേജിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വെബ് സൈറ്റ് എന്ന് പറയുന്നത് HTML ഡോക്യുമെൻ്റ് എന്നാണ് ഒരു നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ HTML ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ HTML ഡോക്യുമെൻറ്റിൻ്റെ പ്രിപ്പറേഷനാണ് ആക്ച്വലി UI ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ HTML ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പണൻസ് നമുക്ക് വേണ്ടി വരും. ആ കമ്പണൻസിനെ ഒന്ന് HTML, പിന്നെ ഒന്ന് CSS, പിന്നെ ഒന്ന് JavaScript. സോ യൂസിങ് HTML നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ ആ വെബിൻ്റെ ലേ ഔട്ടിന് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതായത് ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലേ ഔട്ടിന് ഒരു മേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നതിന് CSS എന്ന് പറയുന്ന സെഷൻ യൂസ് ചെയ്യും. ദെൻ HTML നമ്മൾ ഇൻട്രാക്റ്റീവ് ആക്കുക. HTML മോർ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാമിംഗ് കൂടെ ആവശ്യം വരും. ആ പ്രോഗ്രാമിംഗാണ് JavaScript എന്ന് പറയുന്നത്. സോ നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 3 കൺസെപ്റ്റ് നമുക്ക് നന്നായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം HTML പഠിക്കണം, പിന്നെ CSS പഠിക്കണം, പിന്നെ JavaScript. ഇതാണ് ബേസ് ഓഫ് വെബ് ഡിസൈൻ. സാറ് പറഞ്ഞു തന്ന പോലെ വെബ് ഡിസൈനിങ്ങിനെ കുറിച്ച് കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സാറ് പറഞ്ഞത് CSS, HTML, JavaScript ഈ 3 സോഫ്റ്റ്വെയർസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 3 സോഫ്റ്റ്വെയർസ് ഇനി അടുത്ത വീഡിയോകളായിട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായിട്ടും നിങ്ങൾക്ക് കുറേയേറെ പഠിക്കുവാനായിട്ടും CUTZ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.